ഹായ് 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 ആഴ്ചമാരെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഹാ എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണ്. ഈ പമ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാട്ടോ. ഇന്ന് ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമല്ലേ നമ്മൾ പമ്പ് എടുക്കണം അല്ലേ. നമ്മൾക്ക് വെള്ളം കിട്ടി കുക്ക് ചെയ്യണം. നമ്മൾ പോകുന്നത് എല്ലോറ കേവ്സിലേക്കാണ്. പക്ഷേങ്കിൽ അവർക്ക് ഇന്ന് എത്തൂല. നമ്മൾ ഔറംഗാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഔറംഗാബാദിൻ്റെ ആ സൈഡിലേക്ക് എല്ലോറ കേവ്സ് കൂടുന്ന ഏകദേശം 130 കിലോമീറ്റർ ഉള്ളത്. 130 കിലോമീറ്റർ നമുക്കിന്ന് 130 150 ഓടി എത്താൻ വേണ്ടി പറ്റും. നമ്മളവിടെ എത്തും. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് ചിലപ്പോൾ അവിടെ എത്തുന്നുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ കയറാം. ഇല്ലയെന്നാണെങ്കിൽ നമുക്ക് നാളെ കയറാൻ പറ്റുള്ളൂ. കാരണം അത് 6 മണി വരെ ഓപ്പൺ ഉള്ളൂ. പിന്നെ അത്യാവശ്യം വലിയൊരു ക്യൂ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാണാനൊക്കെ ഉണ്ട്. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ നാളേക്ക് കയറാം, അല്ലെങ്കിൽ ഇന്ന് കയറാം. എനിക്കിപ്പോൾ ജലദോഷം പിടിച്ചു പോകും. എൻ്റെ പനി മാറി ഓൻ ഓക്കെ ഇല്ലേ? ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഓക്കെ, വണ്ടി ഓക്കെ, എല്ലാം ഓക്കെയാണ്, മൊത്തത്തിൽ ഓക്കെയാണ്. എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങി നോക്കാം. അതെ ഗൈസ്, നമുക്ക് വെള്ളത്തിന് വേണ്ടി അലയേണ്ടി വന്നില്ല. ഇവിടെ ഒരു ബയ്യ ഇങ്ങനെ വെള്ളം കൊടുക്കുന്നുണ്ട് പമ്പിൽ. നമ്മൾ പമ്പിൽ തന്നെയാണ്. ഞങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് അദ്ദേഹം ആ ഒരു ക്യാൻ ഇത് ഇവിടുത്തെ വെള്ളം കൂളായിട്ട് വെക്കുന്ന. ഇതിപ്പോൾ തണുത്ത വെള്ളമാവും ഉണ്ടോ? നല്ല ഫിൽറ്റർ വാട്ടറാണ് അല്ലേ ഭയ്യ? ഫിൽറ്റർ വാട്ടർ ആറോ? ആ ഓക്കെ. ക്ലോസ് 20 റുപ്യ കേട്ടോ വെള്ളത്തിന്. വലിയ റേറ്റും ഇല്ല, ഒരു പാകത്തെ റേറ്റുമാണ്. രാവിലെ തന്നെ വെള്ളവും കിട്ടി, എല്ലാം ഓക്കെ. താങ്ക് യു. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദൂൾ എന്ന് പറയുന്ന ഒരു നഗരത്തിലൂടെയാണ്. കഴിഞ്ഞു പോകുന്നു ഞങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ മഹാരാഷ്ട്രയിൽ കൂടെയാണല്ലോ നമ്മുടെ കളി. ഇവിടെ പോലീസുകാരുടെ കൂടുതലായിരിക്കും. ഇപ്പം നിന്നെ കണ്ടു. പക്ഷെ ഒരു കൈയൊന്നും കാട്ടിയില്ല കേട്ടോ. എന്താ വെച്ചാലേ രസമാണ് ഇവരെ പരിപാടി. ഒരു കൈ കാട്ടണം. അവർക്ക് പൈസ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഉള്ള ചില്ലറ എന്താ വെച്ചാൽ കൊടുത്താൽ ഓക്കെ അവിടെ വെക്കാണ്. ഹൈവേയിൽ നിന്നും നമ്മൾ ഇറക്കിയിട്ടിട്ടുണ്ട്. നമ്മളുടെ കുക്കിംഗ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ചായ റെഡി ആയില്ലടാ? ചായ റെഡിയായി. പിന്നെ കറിക്കുള്ളത് ഞാനവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ ആട്ടപ്പൊടി കൊണ്ടുള്ള അപ്പമാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ ഉള്ളൂ. പിന്നെ മുട്ട കൊണ്ട് ഒരു മുട്ട റോസ്റ്റ് ചെയ്യാം അല്ലേ. മുട്ട റോസ്റ്റും പിന്നെ ഉള്ളി തക്കാളി വെണ്ടയ്ക്ക അടിച്ചൊരു കറി, പിന്നെ ഈ പറയുന്ന ഗോതമ്പ് പൊടി കൊണ്ടൊരു അപ്പം. ഈ അപ്പം ഗോതമ്പ് പൊടി കഴിഞ്ഞു. ഇനി അപ്പമല്ല, റവ കഴിയാനായി. ഗോതമ്പ് പൊടി 1 കിലോ കിട്ടണം. ഇതൊരു കിലോൻ്റെ പാക്ക് ഞങ്ങൾ കുറേ മുമ്പ് വാങ്ങിയതാണ്. ഇത് കുറേ നിന്നാണ് അല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ ഇത് വാങ്ങണം നിർബന്ധം. ഏത്? അമൃതാപ്പൊടി ഉണ്ട് കുട്ടീൻ്റെ. അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇതായിട്ട് തൊട്ടിട്ടില്ല. നല്ലോണ്ട്. പക്ഷെ അന്ന് കുരങ്ങന്മാര് കട്ടിയാണ്. പിന്നെ ഞങ്ങൾ ഒരു വേക്ക് തന്നെ കൊണ്ടുവന്നല്ലേ അല്ലേ? 2-3 വേക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു നശിപ്പിച്ചാണല്ലേ. ഏതായാലും ഇനി ഇതൊക്കെ തീരുമാനമാക്കട്ടെ. ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം. നമ്മൾ കുക്ക് ചെയ്യണതിൻ്റെ നേരെ മുന്നിലായിട്ട് നല്ല കൃഷിയിടമാണ്. ഇതെന്താണ്? പരുത്തിയാണ് തോന്നുന്നു. പരുത്തി കൃഷിയാണെന്ന് തോന്നുന്നു. പരുത്തി അല്ലെങ്കിൽ വെണ്ടേ? പരുത്തി തന്നെ ആവാം. പരുത്തി ആകുമ്പോൾ ഇത്രയും ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ ഒരു പച്ചമുളകിൻ്റെ വലിപ്പം കണ്ടോ നിങ്ങൾ? കണ്ടോ? അത്യാവശ്യം നല്ല നീളമാണ്. ഇതിങ്ങനെ കണ്ടാൽ ചിലപ്പോൾ നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ കത്തി ഉണ്ടോ? ഇത്രയും നീളമാണ് നമ്മളുടെ ഈ ഒരു പച്ചമുളകിന്. എല്ലാത്തിനും എല്ലാം നല്ല നീളമുള്ള പച്ചമുളകാണ്. അപ്പോൾ ഇനി മുട്ട ഉണ്ടാക്കണം. ചോറായില്ലേ? ചോറായി. മുട്ട ഉണ്ടാക്കിയിട്ട് കറി ഉണ്ടാക്കാം അല്ലേ? നടക്കൂല. എത്ര മുട്ട? 4 മുട്ട. ഓക്കെ. രാത്രിയേക്കും ഇപ്പോഴേക്കും ഒക്കെ പാടെ
നല്ലൊരു മഴയ്ക്ക് സാധ്യതയുണ്ട്. അത് വേഗം കുക്ക് ചെയ്ത് പോവാം. തുള്ളിയിടൽ തുടങ്ങിയേ. അതെ, മഴ തുള്ളിയിടൽ തുടങ്ങി. ചെറുതായിട്ട് തുള്ളിയിടുന്നുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കാം. ഡെയിലി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഔറംഗാബാദിലേക്കുള്ള ഈ ഹൈവേ ഉണ്ടല്ലോ, ഇതിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹൈവേ. പണി പൂർണ്ണമായിട്ടില്ല അല്ലടാ. അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ ഹൈവേ ആണത് കേട്ടോ. നാഷണൽ ഹൈവേ എങ്ങനെയായി ആകെ കുണ്ടും പൊളിഞ്ഞ് എരപ്പായില്ലേ. ആകെ രപ്പായി. പണി നടക്കുന്നുണ്ടല്ലോ. പണി നടക്കുന്നുണ്ട്. പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മഴ പെയ്തതുകൊണ്ടേ വലിയ തിരക്കേടില്ല. അതാണെങ്കിൽ നല്ല പൊടിയായിരിക്കും. പിന്നെ മഴ നന്നായിട്ട് പെയ്യുന്ന സമയത്ത് പോണിയാൽ ചെളി വരും. ഡിസ്കൊക്കെ പോകുമോ? അപ്പൊ നമ്മളിപ്പോ ഒരു ചുരം കയറിക്കൊണ്ടിരിക്കുവാണ് അല്ലടാ. അത് റോഡിൽ നിന്ന് ഷോളാപ്പൂരിലേക്ക് പോകുന്ന റോഡാണ്. ആ റോട്ടിലുള്ളൊരു ചുരമാണത്. നമ്മൾ അടിപൊളി കേട്ടോ. കാറ്റുമൊക്കെ നല്ല വ്യൂ ആയിട്ടുണ്ട്. അതിമനോഹരമായുള്ള കാഴ്ചയാണ് ആ ഒരു സൈഡിലൊക്കെ ഉള്ളത്. നമ്മൾ വന്ന വഴിയാണുള്ളത്. അതൊക്കെ കസാര ഉണ്ടാവുന്നത്. അവിടെ നമുക്ക് മുന്നൊക്കെ ഉണ്ടോ? നല്ല പച്ചയാണല്ലോ. പോണ റൂട്ട് അടിപൊളിയാട്ടോ മക്കളെ. നല്ല രസമുണ്ട്. അപ്പൊ നമ്മള് ഏറ്റവും മേലെ കൂടെ പോകണല്ലേ. സോളാർ പാടം താഴത്ത് എന്ന കാഴ്ചകളാണ്. നല്ല അതിമനോഹരമായുള്ള കാഴ്ചകളാണ്. സൂപ്പർ മനോഹരമായ ഒരു സ്ഥലമാണ് സോളാർ പടമാണ് കാണുന്നത്. അപ്പുറത്ത് വലിയ വലിയ മലനിരകൾ കാണാം, കാട്ട് കാണാം, കുന്ന് കാണാം, കരിങ്കൽ പാറകൾ കാണാം. അതിൻ്റെ അപ്പം അതൊക്കെ നല്ല ഹൈറ്റാട്ടാ. ഈ ചുരം ഇങ്ങനെ കയറി വന്ന് നമ്മളുടെ വണ്ടീനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മളുടെ ഫുഡ് ടോപ്പ് കുഴപ്പമൊന്നുമില്ലേ, സാറാണ്. ഇവിടെയൊക്കെ കയറിപ്പോരും അല്ലേ. കയറിപ്പോവും. എന്നിട്ട് അതിലെങ്ങനെ കയറി അങ്ങനെ അതിലങ്ങനെ പോകും. നല്ല കാറ്റുണ്ട് ഇവിടെ, നല്ല പച്ചയാണ്. നിങ്ങൾ അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ് ഈ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അല്ലേ. ഒരുപാട് പേരുണ്ട് ഇവിടെ ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് കാറ്റ് കൊള്ളാനും ഈ മനോഹരമായിട്ടുള്ള കാഴ്ച കാണാനും വേണ്ടി ചെക്കന്മാരാണ്, ഫുള്ള് ചെക്കന്മാരാണ് അല്ലേ. നല്ല വമ്പ മലനിര. അതിനെ കണ്ടിച്ച് കാർമേഘം മൂടിക്കെട്ടി കിടക്കണേ. ആ ഭാഗത്തൊക്കെ ഫുള്ള് ഇരുണ്ട് കിടക്കുവാണ്. പിന്നെ താഴത്തേക്കൊക്കെ ചെറിയ വീടുകളൊക്കെ ചെറുതായിട്ട് കാണുള്ളൂ. ചെറിയ വീടുകളൊന്നല്ല, വലുതാണെങ്കിൽ ചെറുതായിട്ട് കാണുള്ളൂ. അങ്ങനെ കിടക്കണം. രസമാണ് കാണാൻ അല്ലേ. സൂപ്പർ സ്ഥലമാണ്. ഏതായാലും നമ്മുടെ വണ്ടി എടുത്ത് നമ്മൾ ചോറുന്നല്ലോ ഇവിടുന്ന്. ഇവിടെ ഈ മനോഹരമായ സ്ഥലത്തിലിരുന്നാണ് ഞങ്ങൾ ചോറുന്നുണ്ട്. അപ്പം നമ്മുടെ വണ്ടി ഒരു കിണ്ണം കാച്ച വണ്ടി തന്നെയല്ലേ. ഇതൊന്ന് ആലോചിച്ച് നോക്കാം. കാരണം എത്ര യാത്രകൾ നടത്തിയെന്ന് അറിയാം ഞങ്ങൾ. യാത്രകൾ നടത്തിയെന്ന് പറയുമ്പോൾ നമ്മളുടെ വിജയവാഡ കഴിഞ്ഞിട്ട് മഹാരാഷ്ട്ര കഴിഞ്ഞിട്ട് ഈ ട്രിപ്പ് തന്നെ ഇപ്പോൾ 5000-ൻ്റെ മേലെ കിലോമീറ്റർ ഓടി. എന്നിട്ടും അല്ലേ നമുക്കൊരു മോട്ടോർ പ്രശ്നം വന്നെങ്കിൽ പോലും പിന്നെ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളുള്ളൂ. എന്നാലും പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ ഇതിൽ ഈ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സുഖം എന്താ പറയുക, ഞങ്ങൾക്ക് പതുക്കെ പോണോണ്ട് എല്ലാവിധ കാഴ്ചകളും അതിമനോഹരമായിട്ട് കാണാൻ വേണ്ടി പറ്റും. പതുക്കെ കാണാൻ കഴിയില്ല, പതുക്കെ പോകുന്നതുകൊണ്ട് എല്ലാവിധ കാഴ്ചകളും അതിമനോഹരമായിട്ട് കാണാൻ വേണ്ടി. ഇപ്പോൾ നമ്മളൊരു കൃഷിത്തോട്ടം കാണുകയാണ്, അവിടെ നിർത്താൻ വേണ്ടി പെട്ടെന്ന് കഴിയും. കാരണം വലിയ സ്പീഡില്ലല്ലോ. അതൊക്കെ അത്ര ഒരുപാട് ഗുണങ്ങളുള്ള ചിലവ് കുറച്ച് യാത്ര, അതാണ് മെയിൻ. നമ്മൾ ഈ ഓട്ടോ ലൈഫ് തിരഞ്ഞെടുക്കാനുള്ളതിൽ ഏറ്റവും വലിയൊരു കാരണം അതാട്ടോ. ചിലവ് കുറച്ച് യാത്ര ചെയ്യാം. ഒരു ലിറ്റർ ഡീസൽ ഉണ്ടെങ്കിൽ 40 കിലോമീറ്റർ വരെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. 40-ൻ്റെ ഉള്ളിലേക്ക് ഒരു 35 to 40. ഞങ്ങൾക്ക് ഈ വണ്ടിക്ക് 35 to 40-നുള്ളിൽ മൈലേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ പറഞ്ഞു, ഈ വണ്ടി കൊണ്ട് ഓട്ടോറിക്ഷ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ എങ്കിൽ അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് ഇതിലുള്ള സൗകര്യങ്ങൾ ഒരു ബൈക്കിൽ പോകുന്ന പോലെ ഏത് ഗ്യാപ്പ് കൂടെ കൊണ്ടുപോകാം. എല്ലാം കാണുമ്പോൾ അത്ഭുതമാണ് ഇവിടുത്തെ കാണുമ്പോൾ കിടക്കണതൊക്കെ. അത് നമുക്കിതിൽ കിടക്കാം, നമുക്ക് റൂം വേണ്ട, കിടക്കാം. നമ്മുടെ സാധനങ്ങൾ ഫുള്ള് കൊണ്ടുപോകാം. വണ്ടിയിൽ തന്നെ അടുപ്പ് കൊണ്ടുപോയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. എല്ലാത്തിനും പറ്റും, എല്ലാ പരിപാടിക്കും പറ്റുന്ന ഒരു വണ്ടിയാണ് ഓട്ടോറിക്ഷ. ഒരു ബൈക്കാകുമ്പോൾ നമുക്ക് കുക്കിങ്ങുള്ള സാധനം കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാണ്.
സത്യം പറഞ്ഞാൽ കാറിന്റെ ഉപയോഗം ഞങ്ങൾക്ക് ഇതിലുണ്ട്. കാറിന് ടോളുണ്ട്, ഇതിന് ടോൾ കൂടി ഇല്ല. അത് മനസ്സിലാക്കുന്നത്. അപ്പോ നമ്മളുടെ ഈ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാല് നിസ്സാരമല്ല. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞ എന്താ വെച്ചാൽ ഇതിലുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ച് പറഞ്ഞു തന്നെ ഉള്ളൂ. പക്ഷെ അത് മാത്രം ഇതിൽ എപ്പോഴും ഞങ്ങൾ പറയാറ് ഇതിൽ ഞങ്ങളുടെ സുഖങ്ങളാണ്. അത് വേറെ തന്നെയാണ്. ഇതിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു പ്രത്യേക വൈബ്. ഇതിലെ വ്യൂ ആണ്, ഈ സൈഡിൽ കൂടെ കാഴ്ചയാണ്, ഇതിലെ കാഴ്ചയാണ്, എല്ലാ ഭാഗത്തുകൂടെയും കാഴ്ചയാണ്. ആ ബാക്ക് സൈഡ് മാത്രമേ കാഴ്ചയില്ലാത്തുള്ളൂ. അല്ലാതെ നിങ്ങളെ നാശിക്കാൻ നമ്മളിങ്ങനെ യാത്ര ചെയ്യാണ്. എനിക്ക് പെട്ടെന്ന് ഈ കാഴ്ച അതിമനോഹരമല്ല. ഇവിടെയുള്ള കാഴ്ചകൾ കാണാം, അതുപോലെ തന്നെ ഇവിടെയുള്ള കാഴ്ചകളും കാണാം. രണ്ടാക്കും അതേപോലെ തന്നെ. ഓനിപ്പോൾ ഫ്രണ്ടത്തെ കാഴ്ച, ആ കാഴ്ച, ഈ കാഴ്ച, അതാണ് ഇതിലൊരു മെച്ചതാ. കാറാണെങ്കിൽ ഒരു സൈഡിലിരുന്ന് ആ സൈഡത്തെ കാഴ്ചയല്ലേ നമ്മൾ കാര്യമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. രണ്ട് സൈഡത്തെ അങ്ങനെ കിട്ടൂലല്ലോ. ഇതങ്ങനല്ല, രണ്ട് സൈഡത്തെ ഒരേപോലെ കിട്ടും. ഒരുമിച്ചാണെങ്കിൽ മുന്നിലാണെങ്കിൽ പകുതിയെ കിട്ടുള്ളൂ. കിട്ടും പകുതിയെ. ചോറിനല്ലേ? മക്കളെ, ഈ ചുരത്തിന് ഓരോ സ്ഥലത്തും അതിമനോഹരമായ വ്യൂ ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ നേരത്തെ ഒന്നോടത്തല്ല അല്ല, അത് അവിടെ നിന്ന് കുറച്ച് ദൂരം പറയാനല്ല, കുറച്ച് ദൂരം പോകുന്നുണ്ട് കാണുന്ന ഒരു കാഴ്ചയാണത്. അതിൻ്റെ പൊന്നടാ, എന്നാ ഒരു വ്യൂ. ആ താഴത്തെ പാടങ്ങളും കൃഷികളും വീടുകളും അപ്പുറത്തുള്ള മലനിരകളും പച്ചപ്പും നല്ല മനോഹരമാണ്. പിന്നെ ഒരു കോടയുള്ള പോലെ അല്ല, അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ കോടയുള്ള പോലെ. ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇതിൻ്റെ മേലേക്ക് കേട്ടോ. ഇവിടുന്ന് എല്ലോറയിലേക്ക് 40 കിലോമീറ്റർ ഉള്ളപ്പോൾ സമയം 2:45. അപ്പോൾ നമ്മൾക്ക് ഇന്ന് തന്നെ എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനാണ് എല്ലോറ ഹിൽസ്, അവിടേക്കാണ് നമ്മൾ നേരെ വിടുന്നത്. ഈ നേരം വരെ അവിടേക്ക് ലക്ഷ്യം വെച്ച് തന്നെ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് എടുക്കാൻ കണ്ട് നിങ്ങൾ പോവാണ്. ഈ 40 കിലോമീറ്റർ വരുമ്പോൾ നമുക്കൊരു 1.5 മണിക്കൂർ റണ്ണിങ് ആണ് അല്ലേ? 4 മണിയാകുമ്പോഴേക്ക് എത്താൻ പറ്റുമോ? സാധാരണ നമ്മളെ ഓട്ടത്തിൽ എന്താ അറിയില്ല, 4 മണി 4:30 ആകുമ്പോഴേക്ക് എത്തണം. 6 മണിക്കൂർ ക്ലോസ് ആണ്. എല്ലോറയുടെ പാർക്കിങ്ങിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ ഇങ്ങനെ വെക്കുന്ന പോലെ കെട്ടിമൂടിയിട്ടുണ്ട്. എല്ലോറിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിലൊക്കെ ആയിട്ട് കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഇവിടേക്കില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് ഇങ്ങനെ ഇട്ടിക്കണ്, വരുമ്പോൾ നോക്കാം. ഇവിടെ നമ്മൾ കരുതിയ പോലെ ഒന്നുമല്ല, ധാരാളം ആളുകളുണ്ട് അല്ലടാ. മഴ പെയ്യാനും സാധ്യത ഉണ്ട് കേട്ടോ മക്കളെ. മാനക്കായി ഇരുണ്ട് കിടക്കുവാണ്. മഴ പെയ്താണ്ട് ഇനി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് പോകുക അറിയില്ല. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ക്യാമറക്കൂടെ ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് 40 റുപ്യ ഉള്ളൂ. അത് അവിടെ കാണുന്നുണ്ട്, അവിടെയാണ് നമ്മുടെ കേവ്സുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇതിലൊക്കെ നല്ല പൂന്തോട്ടമൊക്കെ ചെയ്ത് ഗാർഡനൊക്കെ വെച്ച് അതിമനോഹരമാണ്. നല്ല രസമുണ്ടല്ലോ ഇവിടെ കാണാനേ. കാണാൻ തന്നെ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ട്രിപ്പിന് നമ്മളിവിടെ കയറണ്ട, പക്ഷേ അതിനകത്ത് കയറാൻ പറ്റിയില്ല. ആ ഒരു സങ്കടം അന്ന് തന്നെ ഉണ്ട്. അപ്പോൾ അത് ഈ ഒരു ട്രിപ്പിലോട് കൂടി നമ്മൾ ആ ഒരു സങ്കടം ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എൻട്രൻസ് ഇതിലാണ് കയറാം. പിന്നെ തികച്ചും എന്താ പറയുക, ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങി കിടക്കുന്ന ഒരു ഗുഹയായതുകൊണ്ട് തന്നെ, ഒരു ഗുഹയല്ല കേട്ടോ, 100ഓളം ഗുഹകളുണ്ട് എന്നാണ്. അതിൽ നമ്മൾക്ക് ഏതാനും കുറച്ച് ഗുഹകളിലേക്ക് മാത്രമേ പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇതാൻ്റെ മോനെ, എത്രങ്ങാനും ആൾക്കാരല്ലേ, എന്താ ചെയ്യല്, ഇഷ്ടം പോലെ ആളുകളാണല്ലോ. ഒരു ഗുഹയുടെ ഫ്രണ്ട് ഭാഗമൊക്കെ കണ്ടങ്ങൾ ഫുള്ളായിട്ട് ഗാർഡനൊക്കെ വെച്ച് പുല്ലൊക്കെ പൊന്തി പച്ചയും അതുപോലെ തന്നെ ഈ മഞ്ഞ ഇലയുള്ള ഈ ഒരു ചെടി ഉണ്ടല്ലോ, അതാ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന. ഒക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇത്രയും ആളുകൾ വരുന്നതല്ലേ, അവരെന്തായാലും വൃത്തിയിൽ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ ഒരു കേവും തന്നെ പ്രവർത്തിക്കണം കേട്ടോ. അന്ന് വരാഞ്ഞത് ഇപ്പൊക്ക് തോന്നാ ഇവിടെ എന്തായാലും വരേണ്ടിയിരുന്നു. അന്ന് ഇത് മിസ്സാക്കിയതേ ഇപ്പോഴേലും എടുക്കാൻ പറ്റിയല്ലോ. ഇന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അതെ, അങ്ങനെ അതെ. ഇവിടെ ഉള്ള ഇപ്പം നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഗുഹകളിൽ 17 ഹിന്ദു ഗുഹകളാണ്. അതുപോലെ തന്നെ 12 ബുദ്ധമത ഗുഹകളും 5 ജൈനമത ഗുഹകളുമാണ് നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുക. ഇതൊരു രക്ഷയില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഗുഹകളാണേ. ഇതാണ് ഇതിൻ്റെ പ്ലാൻ അല്ലേ. നമ്മളിപ്പോൾ Q16 ഇവിടെയാണ് നിൽക്കുന്നത് അല്ലേ. Q16 അപ്പം ഇതിൽ എവിടെയാണ് Q16 ഇതാ ഇവിടെയാണ് അപ്പം നമ്മളുള്ളത് അല്ലേ. യെസ്, യു ആർ ഹിയർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ Q16 കണ്ടാലോ. ഈ എല്ലാ കേവിനെ കുറിച്ചും എന്താ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തമായിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ വീഡിയോ ഒന്ന്
പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വായിക്കാൻ വേണ്ടി പറ്റും. കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ട ആളുകൾക്ക് നമ്മൾ ജസ്റ്റ് കയറി നോക്കല്ലേ. ആഹാ, പാറയാണല്ലേ, ഫുള്ളായിട്ട് പാറയിൽ കൊത്തിയെടുത്തതാണല്ലോ. ഇത് ക്ഷേത്രമാണ്. രാഷ്ട്രകൂട രാജാവായ ദന്തിദുർഗയുടെ കീഴിലാണ് ക്ഷേത്രത്തിൻ്റെ പണി കഴിപ്പിച്ചത്. രൂപരേഖയൊക്കെ തയ്യാറാക്കിയെന്നൊക്കെയാണ്. ഏതായാലും കീവിൻ്റെ ഫസ്റ്റ് 16ലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. കീവ് നമ്പർ 16. ഇതിനകത്തേക്ക് ഇനി ഇപ്പോൾ ക്യാമറ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാവോ? പുറത്തുതന്നെ നോക്കാം. നല്ല കൊത്തുപണികൾ കാര്യങ്ങൾ. അതിൻ്റെ മേൽഭാഗമൊക്കെ കണ്ടത് എല്ലാം അല്ല. ഇതൊക്കെ ഈ പാറ കൊത്തിയെടുത്തത് എന്നുള്ളതാണ് എന്താ അത്ഭുതം എന്ന് പറയുന്നത്. നിസ്സാരാക്കി കാണാൻ വേണ്ടി പറ്റില്ലല്ലോ. ഈ ഫില്ലർമിലൊക്കെ നോക്കാം, ലേമിലുണ്ട് വർക്ക്. ഓ, അപ്പോൾ തന്നെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. പൊന്നളിയാ, സംഭവം സൂപ്പറാട്ടോ ഗൈസ്. ഇതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കണ്ട. 2 ആന ദേവീ രൂപങ്ങളാണല്ലേ. ഓ, വലിയൊരു ആന. അങ്ങോട്ട് നോക്കുക. ഇത് സംഭവമാട്ടോ. ഇതൊരു രക്ഷയില്ലടാ. ഇത് കാണാതെ പോയ വൻ നഷ്ടമായിരിക്കും. ഇതെന്തൊരു സ്തുംഭം. ഇത് അന്ന് കൊടിയൊക്കെ ഉയർത്താൻ വേണ്ടി ഉപയോഗിച്ച സംഭവമാണോ അല്ലേ? ഇത് നമ്മൾ കയറി വരുന്ന ഭാഗം തന്നെയാണ്. കയറി വരുന്ന ഭാഗം അവിടെ നിന്നിട്ട് നമ്മൾ അവിടെ നിന്നിട്ട് കയറിയതാണ്. ഇതിനകത്ത് തന്നെ ധാരാളം ഗുഹകളുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നോക്കാം. ഒക്കെ ദേവീദേവ സങ്കല്പങ്ങളിൽ കൊത്തിയതാണ്. ഇതിനകത്ത് ഇഷ്ടം പോലെ അറകൾ, ഗുഹകൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതിനകത്തേക്കുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് ഉള്ളതാണിത്. എൻ്റെ പൊന്നട, ഇത് സംഭവം അജന്ത കീവ്സിൻ്റെ ഒക്കെ മേലെ വരുന്നതാണ്. ഞങ്ങൾ അന്ന് മഹാരാഷ്ട്രത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് ക്യൂസ് പോയിട്ടുണ്ട്. അജന്ത കീവ്സ്, അതുപോലെ തന്നെ ബജ കീവ്സ്, കാർല കീവ്സ്, അങ്ങനെ ഒരുപാട് ഗുഹകൾ പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് പോകാത്തൊരു ഗുഹ. പക്ഷേ ഇത് എനിക്കൊന്നും അതിനേക്കാളൊക്കെ വലുതാണ്. അജന്ത കീവ്സ് അടിപൊളി കേട്ടോ, ഭയങ്കര കീവാണത്. ഇതും തന്നെ ഒരു രക്ഷയില്ല. അതൊക്കെ ഈ പാറ കൊത്തിയെടുത്തുണ്ടാക്കിയതാണല്ലോ. ഇതൊരു ആനയായിരുന്നു, പക്ഷേ ഇതിൻ്റെ തുമ്പിക്കൈ പോയില്ലേ, തുമ്പിക്കൈ ചെവിയൊക്കെ പോയിട്ടുണ്ട്. ചുണ്ണാമ്പും അതുപോലെ തന്നെ കളറും ചേർത്തിട്ടുണ്ട് അവിടെയൊക്കെ. ചില ഭാഗങ്ങളിൽ മാത്രമാണ് അത്തരത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നത്, അല്ലാത്ത ഇടങ്ങളിലൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഈ ഒരു അടിഭാഗത്ത് കണ്ടോ, ഇവിടെയൊക്കെ ഒരുപാട് ദേവീദേവ സങ്കല്പങ്ങൾ കൊത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫില്ലർ കാര്യങ്ങളൊക്കെ ഇത് ഈ ഒരു പാറയിൽ, ഒരു വലിയൊരു കൂറ്റൻ പാറയിൽ ഇതങ്ങോട്ട് കൊത്തിയെടുത്തേക്കുവാണ്. അല്ലാതെ ഫില്ലറുകളൊക്കെ സെപ്പറേറ്റ് ആകുമ്പോൾ കൊണ്ട് വെച്ചതല്ല, ഒക്കെ ഈ ഒരു പാറയിൽ, വലിയൊരു പാറയിൽ കൊത്തിയെടുത്തതാണ്. ഒക്കെ അതന്നെ. ഇവിടെയൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലോ അല്ലേ. അങ്ങോട്ട് നോക്കട ചെങ്ങായി, എന്ത് സംഭവം. ഇതൊക്കെ ഇത്രയും വർക്ക് ചെയ്യണ്ടേ. മേലിന്ന് താഴത്തേക്കാണ് പണി കഴിപ്പിച്ചിരിക്കണേ. അതെ അതെ, മേലിന്ന് താഴത്തേക്ക് പണി കഴിപ്പിച്ചേ. യെസ്, അത് ശരിയാച്ചു പറഞ്ഞേ. അതാണ് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. സോറി ടേസ്, ബ്രില്യൻ്റ് ആണ്ട് ഇതിനിടയിൽ. എന്നിട്ട് മേലിന്ന് താഴത്തേക്ക് ചുറ്റി വരാം. അങ്ങനെയാണ് ഇതിൻ്റെ പണി തീർത്തത്, അല്ലാതെ കഴിയില്ല. അല്ലെങ്കിൽ റിസ്ക്കാണ്. നമ്മൾ ആദ്യം ചുറ്റും ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് അതിനകത്തേക്കൊന്ന് കയറി നോക്കാം അല്ലേ. ഇതിൻ്റെ ചുറ്റിനും നല്ല എന്താ സിംഹമുണ്ട്, ആനയുണ്ട്, പിന്നെ എന്താടാ പരുന്തുണ്ടോ, അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ, പക്ഷികളുടെയൊക്കെ ചിഹ്നങ്ങളൊക്കെ ഒക്കെ കൊത്തിയെടുത്തിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഇതൊക്കെ കുറേയൊക്കെ നശിക്കപ്പെട്ടു കേട്ടോ, അല്ലടാ. അതിൻ്റെ ഏട്ടാ ഒരു രക്ഷയില്ലല്ലേ. നമുക്ക് അതിലൊന്ന് കയറി നോക്കിയാലോ. ഇതിലെ പൊട്ടുക്കുറ്റം ഫില്ലർ. നേരെ അങ്ങനെ വാതിലടക്കം അല്ലേ, വാതിൽ കട്ടിലടക്കതുമ്പോൾ കൊത്തിയെടുത്തേക്കാണ് അവർ. ഇതിലൊക്കെ ഉണ്ട് ഓരോ അറകളായിട്ട്. ഇതൊക്കെ തോന്നുന്നു അന്നത്തെ ടൈമിലുണ്ടോ കുഴിയൊക്കെ ഉണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കുത്തിച്ചാച്ച അങ്ങനെ കുത്തിട്ടുണ്ടോ അല്ലേ. ചതക്കുക. ഇപ്പം അതായത് 2 വരലേക്കാരോ, 2 വരലുണ്ടാക്കാം അടിക്കണേ. ഇത് പൊന്തിച്ചുമ്പോ അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് വെറുതെ കരുതാം. ഇത് വേറെ ഫ്രീ ടൈമില് എന്തെങ്കിലുമൊക്കെ ഒരു കളി. അവർക്കും വേണ്ട ഒരു എൻ്റർടൈൻമെൻറ്റ്. ഈ പ്രധാന കെട്ടിടമുണ്ടല്ലോ ക്ഷേത്രം, ഇതിന്മേലൊക്കെ ധാരാളം പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് നല്ല ചുവപ്പും മഞ്ഞയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ താഴത്ത് കണ്ടോ ഒരുപാട് മൃഗങ്ങളുടെ ചിഹ്നമൊക്കെ കൊത്തി വെച്ചിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു കീവാണിത്, ഗുഹയാണ് കണ്ടോ. അതിലൊക്കെ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് ഫില്ലറുകളൊക്കെ നിൽക്കുന്നത് അല്ലേ. നമ്മളിതിൻ്റെ മേലായിരുന്നു.
ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ പോകുന്നതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ആനകളാണ് അല്ലടാ, ആന. പിന്നെ ഇതിൻ്റെ താഴത്ത് കൂടെ കണ്ട കാഴ്ച ഇതൊക്കെ ഈ പാറയിൽ കൊത്തിയെടുത്ത് നിങ്ങൾ ഈ അത്ഭുത കാഴ്ച കാണാൻ വേണ്ടി പറ്റുവാണെങ്കിൽ വരണം കേട്ടോ. ഇതൊരു നിസ്സാര കാഴ്ചയൊന്നുമല്ല അല്ലടാ. ഇത് കണ്ടങ്ങൾ ഇതൊക്കെ ആനയാണ്. ഇത് ഒരുപാട് കൂട്ടമായിട്ട് കിടക്കുന്ന ഗോപുരങ്ങൾ പോലെയാണ് ഇത് കിടക്കുന്നത്. ഇങ്ങനെ കൊത്തിയെടുത്ത് അങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുപോയതാണത്. നമുക്ക് അതിൻ്റെ പാടുകളൊക്കെ ഇവിടെ ശരിക്കും കാണാൻ വേണ്ടി പറ്റും. ഇത് ഈ അടിഭാഗം ഉണ്ട്, തറഭാഗം. തറയിൽ വരെ ഒരു സ്ഥലം പോലും അവർ വർക്ക് ചെയ്യാത്തില്ല. എല്ലാ സ്ഥലത്തും അവരെ കൊണ്ട് എത്രത്തോളം ഭംഗിയാക്കി ഇത് ചെയ്യാൻ പറ്റും അത്രത്തോളം ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾക്കിതൊരു അത്ഭുത കാഴ്ച എന്നല്ലാതെ മറ്റൊന്നും വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അത്രയും മനോഹരമാണ് ഈ ഒരു യെല്ലാറ കേവ്സ് എന്ന് പറയുന്നത്. വലം വെച്ച് വന്നു. ഇവിടെയും തന്നെ അതേപോലെ തന്നെ ഒരു നിർമ്മിതിയുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ കയറിയിട്ട് പോരാം അല്ലേ. പിന്നെ ഇതിൻ്റെ ചുറ്റിനും ഞാൻ പറഞ്ഞു, ചുറ്റിനും അതുപോലത്തെ അറകളായിട്ട് കിടക്കണം. ഇവിടെയും തന്നെ ഒരു ആന ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ. അതും തന്നെ നശിച്ചുല്ലേ. ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരോ ഭാഗങ്ങൾ അങ്ങനെ നശിച്ച് അങ്ങനെ പോകും. അടുത്ത ശിവനല്ലേ ഇതാ നിൽക്കണം, ശിവൻ. ഓഹോ, ആഹാ. ഇവിടെ രണ്ട് സൈഡിൽ നല്ല ഉണ്ട് ശില്പങ്ങൾ നമുക്ക് കൊത്തി വെച്ചത് കാണാൻ വേണ്ടി പറ്റും. അതിലൊന്നാണിത്. ഒന്ന് നമ്മൾ നേരത്തെ കണ്ടത്. ഇതിൻ്റെ താഴെ ഭാഗത്ത് വരെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ. അടിഭാഗത്ത് വരെ ചെയ്തിട്ടുണ്ടല്ലോ. മേലേക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്തോ അറിയില്ല. ഇവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ടും തിരിഞ്ഞ് നോക്കാൻ ഒരു വ്യൂ. ഇതിൻ്റെ മേലേക്ക് എത്തി. ഇവിടെ പടുക്കൂറ്റ പില്ലറ് കാര്യമൊക്കെ ആയിട്ട് നല്ല മേലെ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഹോള് പോലെ അല്ലേ. ആ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് കയറണം. ഇതിനകത്തേക്ക് കയറിയാൽ ചെരുപ്പിടാൻ പാടില്ല കേട്ടോ. ഇവിടെ ചെരുപ്പില്ലാതെ കയറി പോകണം. ഇതിനകത്തേക്ക് ഇനി ക്യാമറ അലൗഡ് ഉണ്ടോയെന്ന് അറിയില്ല. പടുക്കൂറ്റ ഫില്ലറുകളൊക്കെ ആയിട്ടുള്ളൊരു ക്യൂ തന്നെ കേട്ടോ. അതിന് സെൻറ്ററിൽ എന്തോ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. നടരാജന. നമ്മളവിടെ കണ്ടത് നടരാജ കേട്ടോ. ഞാൻ അപ്പോൾ പറയാൻ മറന്നു. ഇത് നടരാജ കൊത്തി വെച്ചിട്ടുള്ളത്. മേലെ സീലിങ്ങിലൊക്കെ പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടേ. പടുക്കുറ്റ ഫില്ലർ നിർമ്മിതികൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. ഇദ്ദേഹം എന്തോ ഗൈഡും ഉണ്ടല്ലേ. എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു മുദ്രയിലൊക്കെ ഓരോ കാര്യങ്ങളുണ്ടാവേ. മനസ്സിലായി എനിക്ക്. ഇവിടെ വെളിച്ചം കുറവാട്ടോ. ഇതിനകത്ത് ലാസ്റ്റ് എൻഡിലെന്താ എൻഡിൽ വെളിച്ചമുണ്ട്. എന്തിൽ ശിവലിംഗമാണല്ലേ. സീലിങ്ങിൻ്റെ മേലെ കണ്ട പെയിൻറ്റിങ്സ് പലതരം കളറുകൾ ചെയ്തിട്ടുള്ളത്. മൂപ്പര ലൈറ്റ് എടുത്ത് പൊന്തിക്കുമ്പോൾ അത് കാണുന്നുള്ളൂ, അല്ലെങ്കിൽ കാണുന്നില്ല. ഇതിലെങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇമ്മയ്ക്കൊരു വല്ലാത്തൊരു ഫീലാട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ. ഇതൊക്കെ നമ്മൾ അവിടുന്ന് പുറത്തുനിന്ന് കണ്ടത്. പിന്നെ നമ്മൾ ഈ ഒരു പ്രധാന ഗോപുരം ഉണ്ടല്ലോ അതിനകത്തേക്ക് കയറി പുറത്തേക്ക്, അതിനകത്താണ് നമ്മൾ കയറി പോകുന്നത്. പുറത്തൊക്കെ ഉള്ളൊരു വർക്കാണത്. നമുക്ക് താഴത്ത് നോക്കിയാൽ തന്നെ കാണാം. പക്ഷേ എങ്കിൽ താഴത്തെ വർക്കൊന്നും നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ ഒരു മേൽഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ കൊത്തി അടിക്കാണ് കൊണ്ടുവന്നുള്ളത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ എല്ലാം പ്രത്യേകത തന്നെയാണ്. ഒന്നും നിസ്സാരമായിട്ട് കാണാനുള്ളതില്ല ഇവിടെ. എല്ലാം വളരെ കണ്ണിന് അത്ഭുതമേകുന്ന കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഇനിയും ഉണ്ടാക്കാം. പക്ഷേ ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ ആളില്ലല്ലോ. ഇതൊക്കെ കാണുമ്പോഴാണ് ചങ്ങന്മാരെ ഇതിനുള്ളിലൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് പറഞ്ഞ പെയിൻറ്റിങ്സ്. എന്നാലും ഇപ്പോഴും ഒരു ചുവപ്പ് കളറൊന്നും ഇപ്പോഴും പോയിട്ടില്ല എന്നുള്ളതാണ് അല്ലേ. നമുക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായി. നമ്മുടെ വീഡിയോയിലൂടെ കാണാത്ത പല ആളുകൾക്കും കാണാനുള്ള ഭാഗ്യമുണ്ടായി. അതിന് ഏറ്റവും തിരക്കൊക്കെ ഒരു കല്ലിക്കണ്. ആകുമ്പോൾ ഒരു പണിയും ചെയ്തില്ല അല്ലേ. ആകുമ്പോൾ ഒരു പണിയും ചെയ്തില്ല ഗൈസ്. എത്രയോ വർഷങ്ങൾ പണിയെടുത്തപ്പോൾ ഇതിങ്ങനെ ആകാം അല്ലേ. നമ്മളിപ്പോൾ നേരത്തെ അതിലേ നടന്നു പോയത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം കൂടിയും, അതായത് നമ്മൾക്ക് മേൽഭാഗത്ത് കയറിയിട്ടുള്ള അവസാന ഭാഗമാണ് ഇവിടേക്ക് ഇങ്ങോട്ടുള്ളത്. ഇതൊക്കെ ഇവിടെ കുറച്ച് സിമെൻറ്റ് തേച്ചിട്ടുണ്ടല്ലേ. ഇത് അതിൻ്റെ പുറത്തേക്ക് നോക്കാനുള്ളൊരു, നമ്മൾ അവിടെ നിന്ന് കയറി വരുന്ന എൻട്രൻസ് ഒക്കെ കാണുന്നത് പോലെയുള്ളൊരു സ്ഥലമാണ്. ഒരു ബാൽക്കണിയാണ്.
ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടേക്കും അതുപോലെ തന്നെ ഇവിടുത്തെ മൊത്തത്തിലുള്ളൊരു വ്യൂ നമ്മൾക്ക് കിട്ടും. കണ്ടങ്ങൾ ആൾക്കാരൊക്കെ എത്ര ഗാർഡനും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയില്ലേ. ഇവിടെ നല്ല രസമായിട്ട് നിൽക്കാൻ, ചെറിയൊരു കാറ്റുണ്ട്. അടുത്ത സ്ഥലം നോക്കില്ലേ, അടുത്ത കീവിലേക്ക് പോവാണ് ഞങ്ങൾ. അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ ചെറിയ പാലയൊക്കെ കെട്ടിയുണ്ട് കേട്ടോ. കീവ് നമ്പർ 17 കീവ് നമ്പർ 17 ഒന്ന് കയറിയാൽ എന്താ കാഴ്ച നോക്കാം. നമ്മൾ മറ്റൊരു കീവിലേക്ക് പിന്നെ നമ്മൾ കയറിയില്ലല്ലോ, ക്ഷേത്രത്തേക്ക് വന്നിട്ട് ഫസ്റ്റ് 16 കയറി, പിന്നെ എവിടെയും കയറിയില്ല. അതായത് വെള്ളക്കെട്ടുകളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് ജി. സംഭവം അടിപൊളി കേട്ടോ. 17 പോയി നോക്കാം. 17 ചെന്നൈ വരെ എന്താണ് ഇവർ ഉണ്ടാക്കിച്ച. ഈ ഗുഹകൾ കാണുമ്പോൾ തന്നെ അത്ഭുതമാണ്. അതായത് നമ്മൾ 16 ഇപ്പോൾ നിൽക്കുന്നത് 17 19 അത് 19 അല്ലേ, 19 20 21 കൈലാഷ് കഴിഞ്ഞു. ഞാൻ അങ്ങനെ ഓരോന്നിനും ഓരോ പേരുകളുണ്ട് കേട്ടോ, ഓരോ കീവുകൾക്കും ഓരോ പേരുകളുണ്ട്. എത്ര മിനിറ്റ് വേണം നമുക്ക് നടന്നു പോകാനെന്ന് എന്ന് വരെ കൊടുത്തിട്ടുണ്ടല്ലോ ഇതിൽ. ഇടയിൽ കുറേ കീവ്സ് ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ഞങ്ങൾ കയറി. ഒക്കെ ചെറുതും വലുതുമായിട്ടുള്ളത്. ഇത് മറ്റൊരു കീവിലേക്ക് വന്നതാണ്. ഇവിടെ ഒരു കുളമുണ്ട് അല്ലേ, പിന്നെ മാത്രമല്ല അവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. കണ്ട അതൊക്കെ തോന്നുന്നു ഇവിടെ ഈ മഴക്കാലത്ത് ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോഴായിരിക്കാം ഈ വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. ഇത് സംഭവം അടിപൊളി തന്നെയാണ്. ഇത് എല്ലതും അടിപൊളിയാ, ഏതാ അടിപൊളി അല്ലാത്ത. ഞങ്ങളതിലെ ചാടി ഇറങ്ങി. അയ്യോ, വാട്ടർഫാൾസിൻ്റെ അടുത്തേക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പോകുന്ന വഴിയിലും ധാരാളം ഗുഹകളുണ്ട്. വാട്ടർഫാൾസ് എത്ര ഹൈറ്റ് എന്നാ ചാടുന്നാലെയാ സംഭവം. നല്ല മനോഹരമായ വാട്ടർഫാൾസില്ലേ. വെള്ളം ചാടണമൊക്കെ തെളി വെള്ളം. ഇപ്പോൾ താഴത്തും തന്നെ ഒക്കെയാണ് വെള്ളം. ഇതങ്ങനെ ഈ ഒരു ഇതിലൂടെ ഈ കാടിൻ്റെ നടുവിലൂടെ അങ്ങനെ ഒഴുകി പോകും. പോരുന്ന വഴിക്ക് നമ്മൾ ബ്രിഡ്ജ് കണ്ടോ, അപ്പം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. ഇവിടെ തന്നെ ക്യൂവാണ്, ക്യൂ നമ്പർ 27. ഈ വാട്ടർഫാൾസിന് പ്രത്യേകിച്ചൊരു പേരൊന്നും ഇല്ല കേട്ടോ. ക്യൂ നമ്പർ 29 വാട്ടർഫാൾസ് എന്ന് തന്നെയാണ് ഞങ്ങളോട് ഇവിടുത്തെ ഗാർഡ് സെക്യൂരിറ്റി പറഞ്ഞത്. ഇവിടേക്ക് ഒരു നല്ല തണുപ്പുണ്ടല്ലോ. പോകുന്ന വഴി കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ മോനെ ലുക്കല്ലേ. ഈ വള്ളിയുണ്ട് ജി ടാർച്ച കണ്ടത്. 40 റുപ്യക്ക് ഇപ്പം എന്തൊക്കെ കാണാനായി. വാട്ടർഫാൾസ്, ഗുഹകൾ, എല്ലാ അത്ഭുത കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. സൂപ്പർ വാട്ടർഫാൾസാണ്. ക്യൂ നമ്പർ 28 ആണിത്. ഇനി ഇവിടെ ഇതിനകത്ത് എന്താ അറിയില്ല, ഇവിടേക്ക് വീണ്ടും പടിക്കെട്ടുകൾ പോകുന്നുണ്ട്. വാട്ടർഫാൾസ് അവിടെയാണ്, അവിടെ നമ്മളിങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ്. ഇവിടെ ഇനിയും പടിക്കെട്ടുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് എന്താണ് ഇതിന് മേലെ ഇനിയും ഉണ്ടോ സ്റ്റെപ്പുകൾ? അങ്ങോട്ട് മേലേക്ക് അങ്ങനെ ഉണ്ടല്ലോ ധാരാളം അല്ലേ. സ്റ്റെപ്പുകളും കുത്തനെയാണ്. വഴുക്കലുണ്ടാവണം നോക്കണം. വെള്ളമുണ്ട്. വീണ് കഴിഞ്ഞാൽ കമ്പനി പെയിൻറ്റ് പോവും. എന്നത് കയറാത്തൊരു കഷ്ടം. ഇത് കയറാത്തൊരു കഷ്ടം. 2 സിംഗിളതാവർ. ഇത് ഭയങ്കര, അത് മുട്ട് നല്ല പൊന്തിച്ചണ കാര്യം അല്ലേ. കണ്ടോ ഒന്ന് കണ്ടോ. ഒറ്റയ്ക്ക് കയറി പോരാൻ വേണ്ടി വയ്ക്കൂല. ഇവിടെ എന്തോ ഒരു സംഭവം സ്റ്റാർ പോലല്ലേ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. എന്തോ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഇവിടെയുണ്ട്. എങ്ങനെയല്ലേ, എന്താ അവരോട് പറയുക. പില്ലറുകളുടെ വർക്ക്, മേലത്തെ ഡിസൈന് കാര്യങ്ങളൊക്കെ അതും അതിഗംഭീരമാണ്. ഒന്നും പറയാനില്ല. ഇതിനകത്ത് ഇഷ്ടംപോലെ പില്ലറുകളാണ്. ഒരു ഹാളിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. ഈ ഹാളിലൊരു പില്ലർ എന്ന് പറഞ്ഞാൽ കൊക്ക് കാണിച്ചത് എത്ര ഉണ്ട് അതിൻ്റെ ഒരു ഇത് എന്നുള്ളത് അല്ലേ. അല്ല വീതിക്ക് കൂടി അങ്ങനെ അതിൻ്റെ ഒരു സൈഡാണ് എനിക്ക് കിട്ടണത് അല്ലേ. അപ്പം എന്നെ പോലത്തെ 4 ആൾ വേണം അല്ലേ. അപ്പോൾ വിരൽ മുട്ടിച്ച അങ്ങനത്തെ ഒട്ടനവധി നിരവധി എണ്ണാൻ പറ്റാത്ത അത്രത്തോളം പില്ലറുകളുള്ള ഒരു വലിയൊരു കീവിനകത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ മേൽഭാഗം ഒന്നും കോൺക്രീറ്റ് അല്ല, അതൊക്കെ പാറയാണ്. ഒക്കെ ഒരു പാറ വെട്ടി തുരന്നുണ്ടാക്കിയതാണ്
തികച്ചും അത്ഭുത കാഴ്ച തന്നെ നമ്മൾ പറയാം. ഇതുവഴി വരുന്നവർ തീർച്ചയായിട്ടും ഇപ്പട്ടെ കയറിയിട്ടേ പോകാം കേട്ടോ. നിരന്ന് കയറില്ല അതേപോലെ ഇരുന്നാണ്ട് ഒരു ഭാഗത്തായിട്ടാണ് ഇരുന്ന് പോകാൻ ടൈപ്പില് ഉണ്ടാക്കി പിന്നെ ഇങ്ങനെ അല്ലേ ഫുള്ളായിട്ട് പണി തീർക്കുക. ഇതെന്താ വെച്ചാൽ ഇതുമ്പോൾ തന്നെ ഇങ്ങനെ കൊത്തി ഉണ്ടാക്കിയതാണ്. ഒരു ഫില്ലറൂടെ കൊണ്ടുവന്ന് വെച്ചതല്ല. അവിടെയാണ് നമ്മൾ അതിശയപ്പെടുത്തുന്നത്. എന്താ അല്ലേ ഇവിടെ കൈയൊക്കെ പോയിണ്ടല്ലേ, ഒരു കൈ പോയിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വരണമെങ്കിൽ ഇതുപോലത്തെ ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്, വേണ്ടവർക്ക് ഉപയോഗിക്കാം. ഓരോ കീവിലേക്കും ഇവർ നമ്മളെ കൊണ്ടുപോകും. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ പേടിക്കേണ്ട. പിന്നെ അത് മാത്രമല്ല വീൽ ചെയറിൻ്റെ സൗകര്യമുണ്ട്. വീൽ ചെയർസ് ഒക്കെ കൊണ്ടുവന്ന് കണ്ട വീൽ ചെയറിന് പോകാനുള്ള വഴിയാണിത്. ഇതിലൊക്കെ വീൽ ചെയർ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അങ്ങനെ കീവിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മളെപ്പോലെ നടന്നുള്ള ആളുകൾ വീണ്ടും റിട്ടേൺ നടന്നു പോവാം. ഇല്ലാന്നാണെങ്കിൽ നമുക്ക് ഇനി വണ്ടിയിൽ കയറിയിട്ട് പോകാൻ വേണ്ടി പറ്റും. നല്ല വ്യൂ ആട്ടാ. ഇതാണോ നദിയിലേ? കണ്ട വാട്ടർഫാൾസ് ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ചാടിയിട്ട് ഇങ്ങനെ ഇതുവഴി അങ്ങനെ ഒഴുകിപ്പോവും ആ പച്ചയിലൂടെ അങ്ങനെ അല്ലേ. ഇവിടുന്ന് ബാക്കിയുള്ള കേവ്സും അതുപോലത്തെ നമ്മൾ വന്ന വഴിയാണത്. ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലടാ. കേവ് 1 തൊട്ട് 15 വരെ ഉള്ളത്. അത് നമ്മൾ പോയില്ല, അവിടേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അത് ഇതുവഴിയാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ ആയിരിക്കും ബുദ്ധ ജൈന ഗുഹകളൊക്കെ ഉള്ളത് അല്ലേ. കേവ് 15 അത്. അതൊക്കെയുള്ള പടി സ്റ്റെപ്പുകളാണ്. ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് ഇനി ടൈമും അല്ലാതില്ല ഗൈസ്. കാരണം ഇപ്പോൾ 5:30 അപ്പോൾ ഞങ്ങൾക്ക് എവിടെയൊക്കെ നിൽക്കാനുള്ള സ്ഥലം കിട്ടണ്ടേ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങില്ലല്ലോ. ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് വേഗം സ്പീഡപ്പ് ആക്കുകയാണ്. കാര്യമായിട്ട് കാണാനുള്ളത് 16. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ ഒന്ന് സ്പീഡപ്പ് ആക്കിയാൽ മതി. കേവ് നമ്പർ 12 കേട്ടോ. 12ൻ്റെ അകത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കയറുന്നുണ്ട് ഞങ്ങൾ. എൻ്റെ മക്കളെ, ഇതിൻ്റെ ഉള്ളിൽ കയറിയില്ലെങ്കിൽ നഷ്ടമാവും ചെയ്യും അല്ലേ. നഷ്ടമാണ്. അത്രയും 3 നിലകളായിട്ട് കിടക്കുവാണ്. ഒരുപാട് പില്ലറുകളൊക്കെ കൊത്തിയെടുത്ത് അങ്ങനെ 3 നിലകളിൽ അതിഗംഭീരമായൊരു ക്യൂവാണ്. ക്യൂ 12 എന്ന് പറയുന്നത്. ഈ ക്യൂവിൻ്റെ ഒക്കെ വർക്ക് കണ്ട, ഇതൊക്കെ നല്ല രസമുണ്ടല്ലോടാ. ഇത് ക്യൂ നമ്പർ 10. അതുപോലെ തന്നെ അവിടെ ഉണ്ടൊരു വാട്ടർഫാൾസ് ചാടുന്നത് കണ്ട. ഇതിങ്ങനെ ഈ ഒരു പാറയ്ക്ക് ചുറ്റും ഇങ്ങനെ ചെയ്തേക്കണം. ഒരു എന്താ പറയുക, ഓവൻ ഷേപ്പിൽ അങ്ങനെ ചെയ്തേക്കുവാണ്. നല്ല രസമാണ്. അതായത് ഞങ്ങൾ അടുത്തൊരു കീവിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ബുദ്ധ കീവാണ്. അതായത് ഏക ചൈത്യമുള്ള ഒരു കീവാണ് ഈ ഒരു കീവ് എന്ന് പറയുന്നത്. ബുദ്ധ കീവുകൾ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുപോലത്തെ ചൈത്യം ഉണ്ടാവും. അതായത് ഒരു പ്രാർത്ഥന ഹാൾ. ഇവിടെ ഏറ്റവും സെൻട്രലായിട്ട് ബുദ്ധൻ്റെ ഒരു ശില കൊത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈത്യത്തിൻ്റെ മേൽഭാഗമൊക്കെ ചിലയിടങ്ങളിലൊക്കെ മരമായിട്ടാണ് കാണാറ്. പക്ഷേ എങ്കിൽ ഇത് ഈ ഒരു പാറയിൽ തന്നെ കൊത്തിയെടുത്ത ഒന്നാണല്ലോടാ. ഇത് കാണേണ്ട സംഭവം തന്നെയാട്ടോ. ഇവിടെ വന്നിട്ട് ഈ ഒരു കീവ് മിസ് ചെയ്യരുത് അല്ലേ. ഞങ്ങളപ്പം ഇനി പുറത്തേക്കാണ്. വരുവാണെങ്കിൽ തലക്ക് വരെ പോയി ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം വരിക. കാരണം എന്താ വെച്ചാൽ നമ്മൾ നടന്ന് ക്ഷീണിക്കും, എന്നാലും അവിടെ ഒന്ന് പോയി വരാം അല്ലേ. അപ്പോൾ അവിടുത്തെ വർക്കുകളും കാര്യങ്ങളും ആ ഒരു ഗുഹകളുടെ ഒക്കെ ഒരു കിടപ്പും കാര്യങ്ങളും മൊത്തം കണ്ടുപോരാ. നമ്മൾ എല്ലാ ഭാഗങ്ങളും കാണിച്ചെന്ന് നിങ്ങളെ പുറടിപ്പിക്കേണ്ടിട്ട്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അതൊരു വേറെ പ്രത്യേകത തന്നെയാണ് അല്ലേ. എന്നാൽ ഞാൻ വണ്ടി പോവാം. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ എത്തിക്കണം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, വണ്ടി എല്ലാ സാധനമുണ്ട്. പിന്നെ ഇന്നലെ പഞ്ചതാണ് എനിക്ക്. അപ്പം അതിനെക്കുറിച്ച് ഇന്നലെ പഞ്ചപ്പാകെ പാറിയോ, കൂടും കൊണ്ട് പാറിയോ. ഇന്നലെയാണ് പഞ്ച്. അപ്പൊ ഇന്നലെ പഞ്ചിട്ട് പനിനെ കുറിച്ച് പിന്നെ ഒന്നും പറഞ്ഞില്ല. കുഴപ്പമില്ല, ചിന്നോട് പറയുന്നുണ്ട്. ഇല്ലല്ലോ, ഓക്കെ അല്ലേ? ഹാപ്പിയാണ്. ഇല്ല, ആവുന്നില്ല. അത് ഇവിടെ തീർന്ന് പനിയൊക്കെ വിട്ട്. ഇനി നമ്മൾ ഇവിടുന്ന് പോവാ. ഇവിടെ സമയം ഇപ്പൊ കണ്ടോ 6:45. സൂര്യൻ കണ്ടോ കിടക്കണേ. അതൊക്കെ ഇവിടെ അടച്ചിട്ടോ, കീവ് അടച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേറെ എവിടെയൊക്കെ നമുക്ക് നിൽക്കാൻ കണ്ടിട്ട് നമുക്ക് ഹൈവേ കയറിയാലേ കിട്ടുള്ളൂ സ്ഥലം കൊല്ലം. ഞങ്ങൾ ഒരു ധാബയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിട്ടൊന്നുമില്ല നിൽക്കാൻ പറ്റുമെന്ന്. ചായ നമ്മളെ പതിവ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ധാബ. ഇത് തൻവീർ അല്ലേ, തൻവീറാണത്. തൻവീർ ഈ ധാബയിലെ പയ്യനാണ്. അയ്യോ
ഇപ്പോൾ ഒരു നയാര പമ്പിലാണുള്ളത്. മറ്റേ ദാബയിൽ നിന്ന് നമ്മൾ ഇറങ്ങി. അത് നെറ്റ്വർക്ക് സ്പീഡില്ല, അവിടെ 4G ഉള്ളൂ. 4G തന്നെ സ്പീഡില്ല ഗൈസ്. നമുക്കാണെങ്കിൽ ഇന്ന് വീഡിയോ ഇടണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു പമ്പിലേക്ക് വന്നപ്പോൾ ഇവിടെ നെറ്റ്വർക്ക് ഉണ്ട്. ഇതിലിങ്ങനെ പാസ്സാക്കിനി. അപ്പോൾ ഇതിൽ നെറ്റ്വർക്ക് ഉണ്ട്. അവരൊറ്റ തിരി അവിടെ നിന്നിട്ട് നമ്മളെ വണ്ടിനാക്കാൻ അവിടെ കൊണ്ട് ഇട്ടിരിക്കണേ. ഞങ്ങളിവിടെ ഇങ്ങനെ കയറിനോടത്തിന് എൻട്രൻസിലിരിക്കുകയാണ്. നമ്മുടെ ബാക്കിലുണ്ടോ ലോറിക്കാർ കുക്ക് ചെയ്യണ് അല്ലേ? ഈ നേരത്താണ് ഓരോ കുക്കിങ് ചെയ്യുന്നത്. ആലോചിച്ചോക്കാം. ലോറി ലൈഫ് ഭയങ്കര സംഭവമാണ് ഗൈസ്. ഞാൻ ഈ ലോറിക്കാരെ നമ്മളെ പോലെ ഇടയിൽ കൂടെ അങ്ങ് നടന്നിട്ടേ പാവാം ജീവിതം അങ്ങനെ ഒരു ഭയങ്കര സംഭവം. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട എന്നൊരു ജോലിയാണ് അത്. ഇപ്പോൾ പിന്നെ അതിഷ്ടപ്പെടാനുള്ള കാരണം ഈ യാത്രയാണ്. യാത്ര ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് അതിനുള്ള ഇഷ്ടം വന്നത്. ഇപ്പോൾ ഞാൻ തന്നെ യാത്ര തുടങ്ങിയപ്പോൾ ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മളിപ്പോൾ നമ്മളെ ലോറിയിൽ യാത്ര ചെയ്യല്ലേ. നമ്മുടെ ലോറിയാക്കണം അവിടെ എത്തിയത്. ഏതായാലും എന്നാൽ അങ്ങനെ ഞങ്ങളിന്ന് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. കാരണം ഇന്നിപ്പോൾ ഇവിടെ തന്നെ ഇവിടുന്ന് കൊടുക്കും പോകില്ല. ഓക്കെ, ബൈ.